നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പ് ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. ഓരോ സീറ്റും പ്രധാനമാണ്. ലോക്സഭയിൽ കൂടുതൽ എംപിമാരെ അയക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ തന്ത്രം. ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രിയായിരുന്ന ഭൂപേഷ് ബഘേൽ MLA ആണ്. അദ്ദേഹത്തെ ഞങ്ങൾ പാർലമെൻറ്റിൽ മത്സരിപ്പിക്കുന്നുണ്ട്. ഇതുപോലെ ധാരാളം കരുത്തരായ നേതാക്കളെ ഞങ്ങൾ മത്സരിപ്പിക്കുകയാണ്. അതിൻ്റെ കാരണം നരേന്ദ്രമോദിയെ താഴെ ഇറക്കുന്നത് രാജ്യസഭയിൽ എത്ര പേരുണ്ടെന്നുള്ളത് നോക്കിയിട്ടല്ല, ലോക്സഭയിൽ എത്ര പേരുണ്ടെന്ന് നോക്കിയിട്ടാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ പരാജയപ്പെട്ട ആലപ്പുഴ ഉൾപ്പെടെയുള്ള സീറ്റുകളിൽ സമർത്ഥരായ പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളെ നിർത്തി തെരഞ്ഞെടുപ്പിൽ വിജയം നേടാനുള്ള ഒരു തന്ത്രം നടപടി ഞങ്ങൾ സ്വീകരിച്ചത്. അത് നമുക്ക് പിന്നെ നോക്കാമെന്നേ. ആദ്യം ലോക്സഭയിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം. രാജ്യസഭയിലൊന്നും ഭൂരിപക്ഷം കിട്ടത്തില്ല, അതൊക്കെ നമുക്ക് നോക്കാമല്ലോ. ആദ്യം ലോക്സഭയിലെ തെരഞ്ഞെടുപ്പിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഇന്ന് തന്നെ ഒരു MP, BJPയുടെ MP പറഞ്ഞിരിക്കുന്നു, ഭരണഘടന മാറ്റും. അതാണ്, BJP വന്നാൽ ഭരണഘടന തന്നെ ഇല്ലാതാകും. ഇനിയും ഇന്ത്യയിൽ ഒരു തെരഞ്ഞെടുപ്പുണ്ടാകുമോ എന്ന് പോലും ജനങ്ങൾ സംശയിക്കുന്ന അന്തരീക്ഷമാണ് ഇന്ത്യയിലുടനീളം. അപ്പോൾ ഈ മഹാവിപത്തിനെ ഒഴിവാക്കാൻ, ഈ ഏകാധിപതിയായ നരേന്ദ്രമോദിയെ ഒഴിവാക്കാൻ ഞങ്ങൾ പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളെ നിർത്തി ലോക്സഭയിൽ കൂടുതൽ അംഗങ്ങളെ ഉണ്ടാക്കുക എന്നുള്ള നടപടിയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. അതൊക്കെ BJPയുടെ പ്രചരണമാണ് ഇടതുപക്ഷം ഏറ്റെടുക്കുന്നത്. പാലക്കാട് ഞങ്ങൾ ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ്. കഴിഞ്ഞ 10-12 വർഷമായി ഞങ്ങൾ ജയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. 3 തെരഞ്ഞെടുപ്പിൽ ഷാഫി ജയിച്ചതാണ്. അവിടെ UDF തന്നെ ജയിക്കും. അത് UDFിൻ്റെ മണ്ഡലമാണ്. ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പ് ഒഴിച്ചാൽ ഒരു കാലഘട്ടത്തിലും LDF ജയിച്ചിട്ടില്ല. അതുകൊണ്ട് പാലക്കാട് ഞങ്ങൾക്ക് സമർത്ഥരായ സ്ഥാനാർത്ഥികളുണ്ട്. അവരെ നിർത്തി ഞങ്ങൾ വിജയിപ്പിക്കും, ഒരു സംശയവും വേണ്ട. തീർച്ചയായിട്ടും നേരത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തീരുമാനിക്കാനുള്ള കമ്മിറ്റിയിലെ അംഗം. ഇവർ പാർലമെൻറ്റിലെ നിയമം കൊണ്ടുവന്നത് മാറ്റിയതാണ്. അത് തന്നെ തെറ്റായ കാര്യമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷമാകണം, നീതിപൂർവമാകണം. ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുഴുവൻ വിശ്വാസം ഉണ്ടാകത്തക്ക നിലയിലായിരിക്കണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കേണ്ടത്. ഇവിടെ നമ്മൾ കാണുന്നില്ലേ, കഴിഞ്ഞ തവണ ഫെബ്രുവരി 28-നാണ് ഇന്ത്യയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. ഇപ്പോൾ ഇന്ന് മാർച്ച് 11 ഇതുവരെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല. എന്താണ് കാരണം? തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും വരുതിയിലാക്കിയിരിക്കുന്നു നരേന്ദ്രമോദി ഗവൺമെൻറ്. അപ്പോൾ ഇനി എന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്ന് പോലും അറിയില്ല. മോഡിയുടെ എല്ലാ സമുദ്രത്തിലെ മുങ്ങലും ഉദ്ഘാടനങ്ങളും കഴിഞ്ഞ ശേഷം മാത്രമേ ഇനി ഇത് പ്രഖ്യാപിക്കൂ എന്നാണ് തോന്നുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇവർ അസ്ഥിരപ്പെടുത്തുന്നു, ദുർബലപ്പെടുത്തുന്നു, ഭരണഘടനയെ തന്നെ ഇല്ലാതാക്കാൻ നോക്കുന്നു, ഏകാധിപത്യം അടിച്ചേൽപ്പിക്കുന്നു. ഇതിനെല്ലാം എതിരെ പോരാടാൻ കഴിയുന്നത് ഇന്ത്യ മുന്നണിക്കാണ്, നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിനാണ്. ഞാൻ 2 പേരെയും പരാജയപ്പെടുത്തിയാണ് ഞങ്ങൾ ഈ 2 മണ്ഡലവും ജയിച്ചിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ തവണയും BJPയും ഇടതുമുന്നണിയും ഈ 2 മണ്ഡലങ്ങളിലും വലിയ പ്രചരണം കോലാഹലമുണ്ടാക്കി ജയിക്കുമെന്ന് പറഞ്ഞ ആളുകളാണ്. ഇവരെ 2 പേരെയും നിലംപരിശാക്കിക്കൊണ്ടാണ് ശശി തരൂരും TN പ്രതാപനും അവിടെ ജയിച്ചത്. ഈ തവണ അവർ 2 പേരെയും പരാജയപ്പെടുത്തി ശശി തരൂരും K മുരളീധരനും വൻപിച്ച ഭൂരിപക്ഷത്തോടെ ജയിക്കും, ഒരു സംശയവും വേണ്ട. നരേന്ദ്രമോദി എത്ര തവണ വരുന്നോ അത്രയും ഭൂരിപക്ഷം ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് കൂടും. നരേന്ദ്രമോദിയുമായിട്ടുള്ള ഏറ്റുമുട്ടൽ നടത്തുന്ന പാർട്ടി കോൺഗ്രസ് ആയതുകൊണ്ട്, UDF ആയതുകൊണ്ട് അദ്ദേഹം എത്ര വിസിറ്റ് ചെയ്യുന്നോ അത്രയും ഞങ്ങൾക്ക് നല്ലതാണ്.
അത് ഞങ്ങളുടെ ഭൂരിപക്ഷം ഉയർത്താനേ സഹായിക്കും. ഇന്നലെ കേരള സർവകലാശാല യുവജനോത്സവത്തിൽ പങ്കെടുക്കാൻ വന്ന KSU പ്രവർത്തകരെ ഭീകരമായി SFI പ്രവർത്തകരും മർദ്ദിക്കുകയുണ്ടായി. മത്സരത്തിൽ പങ്കെടുക്കാൻ പോലും അനുവദിക്കാതെ അവരെ ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്തു. SFIക്ക് എന്ത് പറ്റിയെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ക്രിമിനൽ സംഘങ്ങളായി മാറുന്നു. ഇവർക്ക് ഭ്രാന്ത് പിടിച്ച മട്ടിലാണ് കലാലയങ്ങളിലെ വിദ്യാർത്ഥികൾ ഇവരെ പരാജയപ്പെടുത്തുന്നത് കണ്ട് SFIക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും KSU പ്രവർത്തകരെ ഭീകരമായി മർദ്ദിച്ചു. സർവകലാശാല യുവജനോത്സവത്തിൽ പങ്കെടുക്കാൻ വന്ന കുട്ടികളെ മർദ്ദിച്ച് എന്തടിസ്ഥാനത്തിലാണ്? മത്സരാർത്ഥികളെ പങ്കെടുപ്പിക്കാതിരിക്കുന്ന എന്തടിസ്ഥാനത്തിലാണ്? KSUക്കാർ മത്സരത്തിൽ ജയിച്ചാൽ ഉടനെ അപ്പീലുകൾ കൊടുത്ത് അവരുടെ വിജയം അട്ടിമറിക്കാൻ നോക്കുന്നു. ഇതെന്ത് നടപടിയാണ്? ഇതിനെല്ലാം ഗവൺമെൻറ് കുടപിടിക്കുകയാണ്. അധ്യാപകരും കുടപിടിക്കുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയോട് ആഭിമുഖ്യമുള്ള അധ്യാപകരും പോലീസും ചേർന്ന് KSU പ്രവർത്തകരെ ഭീകരമായി മർദ്ദിക്കുന്നു. അവരെ യുവജനോത്സവത്തിൽ പോലും പങ്കെടുപ്പിക്കാതിരിക്കുന്നു. അതിന് ശക്തമായ പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തുകയാണ്. SFI ഒരു ക്രിമിനൽ ഗ്യാങ്ങായി കേരളത്തിലുടനീളം പ്രവർത്തിക്കുകയാണ്. സിദ്ധാർത്ഥൻ്റെ അനുഭവം നമുക്കറിയാം. സിദ്ധാർത്ഥൻ്റെ അനുഭവം പോലെ ഇനിയൊരു സംഭവം കേരളത്തിലെ കലാലയങ്ങളിൽ ആവർത്തിക്കാതിരിക്കാൻ കഴിയട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഗുണ്ടാ സംഘം ആയി മാറിയ SFI ആണ് ഇന്ന് കലാലയങ്ങളിൽ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത്.